നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫോട്ടോഷോപ്പ് ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പലരും താല്പര്യം പ്രകടിപ്പിക്കാത്തത് മൂലമാണ് ഫോട്ടോഷോപ്പ് ക്ലാസ് ഞാൻ കുറച്ചു കാലമായി നിർത്തിവെച്ചത്. കാരണം നിങ്ങൾ പഠിക്കുന്നതൊന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് തന്നെ പ്രധാന കാരണം. എന്നാലും പലരുടെയും അഭ്യർത്ഥന മാനിച്ച് ഒരിക്കൽ കൂടി ഞാൻ ശ്രമം തുടരുന്നു. ഇന്ന് ഞാനിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഷേപ്പുകൾ, പാറ്റേൺ എന്നീ രണ്ട് വിഭാഗമാണ്. നമ്മൾ ബ്രഷ് പഠിച്ചു. ബ്രഷിന് പല രീതിയിലുള്ള സ്റ്റൈലുകൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടാവുമല്ലോ, പ്രീസെറ്റുകൾ. പല രീതിയിൽ ബ്രഷിൻ്റെ അഗ്രം നമുക്ക്, അതായത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഡിസൈനുകൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഷേപ്പുകൾ പഠിക്കാം. ഷേപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടതുഭാഗത്തെ ടൂൾ ബാറിൽ ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താലാണ്, ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്നത് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കാം. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ടൂളുകൾ കാണാൻ സാധിക്കും. റെക്റ്റാങ്കിൾ ടൂൾ, റൗണ്ടർ റെക്റ്റാങ്കിൾ, എലിപ്സ്, പോളിഗൺ, ലൈൻ, കസ്റ്റം ഷേപ്പ് ടൂൾ എന്നിവയെല്ലാം. ഇതിൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് ഡ്രാഗ് ചെയ്താൽ ഒരു ദീർഘചതുരം നിങ്ങൾക്ക് ഇവിടെ നിർമ്മിക്കാനാകും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ എലിപ്സ് ഉണ്ട്. ഇതുപോലെ ധാരാളം ഷേപ്പുകളുണ്ട്. നോക്കുക, ഇവിടെ കസ്റ്റം ഷേപ്പ് ടൂൾ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് വരുന്ന ബാറിൽ നിന്നും ഇവിടെ ഷേപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കുറേയധികം ഷേപ്പുകൾ സെലക്ട് ചെയ്യാനാകും. നോക്കുക, ഇത് കൂടാതെ ഇവിടെ ആരോയിൽ പ്രസ് ചെയ്ത് നമുക്ക് ഈ കാണുന്ന ഗിയർ ചിഹ്നത്തിൽ പ്രസ് ചെയ്താൽ ലോഡ് ഷേപ്പ് എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന കുറേ അധികം ഷേപ്പ് ഫയലുകൾ, അതായത് നമുക്ക് നെറ്റിൽ ധാരാളം ഷേപ്പ് ഫയലുകൾ ഫ്രീ ആയിട്ട് മറ്റ് സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് നിങ്ങൾക്ക് ഇവിടെ ലോഡ് ചെയ്ത് ഈ വിൻഡോയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം അനിമൽസ്, ആരോസ്, ആർട്ടിസ്റ്റിക് ടെക്സ്റ്റൈൽസ്, ബാനേഴ്സ് ആൻഡ് അവാർഡ്സ് എന്നൊക്കെ ഇങ്ങനെ കുറേ ലിസ്റ്റ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഷേപ്പുകൾ ഇവിടെ ലോഡാകും. നോക്കുക, ഫ്രെയിംസ്, നമ്മൾ ഫോട്ടോ വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്രെയിമുകൾ. നമുക്ക് ഫോട്ടോഷോപ്പിൽ പല വർക്കുകൾക്കും, പ്രത്യേകിച്ച് ഗ്രീറ്റിംഗ് കാർഡുകൾ എല്ലാം നിർമ്മിക്കുമ്പോൾ ഇതുപോലത്തെ ഫ്രെയിമുകളും ഷേപ്പുകളും എല്ലാം ആവശ്യമായി വരും. നമുക്ക് ഈ ഫ്രെയിമുകളിൽ അല്ലെങ്കിൽ ഷേപ്പുകളിൽ കളറോ ഗ്രേഡിയൻറ്റോ എല്ലാം തന്നെ ഫില്ല് ചെയ്യാനാകും. എന്നാൽ നമ്മൾ പഠിക്കാത്ത മറ്റ് ഒന്നുകൂടി ഇതിലുണ്ട്, പാറ്റേൺ എന്നാണ്. അതുകൂടി നമുക്ക് ഇതിനൊപ്പം പഠിക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ പാറ്റേണും ഷേപ്പും കൂടി മിക്സ് ചെയ്താണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലവ് സിമ്പൽ കാണുന്നുണ്ട്. ഇതിനുള്ളിൽ നിങ്ങളുടെ കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ ഈ ഒരു ഷേപ്പിൽ ഒരിക്കലും വരികയില്ല. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ടൂൾ ഉപയോഗിച്ച്, ലാസോ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ കൂട്ടിച്ചേർക്കാനാവും. അത് എങ്ങനെയെന്ന് നോക്കാം. അതാണ് പാറ്റേൺ. നമ്മൾ ആദ്യമായിട്ട് ഫയലിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ കൊടുത്തിട്ട് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തോ എങ്ങനെയോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുക്കുക. കാരണം ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കുറേ ഒഴിവാക്കുന്നതിന്, അതായത് ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് പുറകിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, നിങ്ങൾക്ക് ധാരാളം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എൻ്റെ ഫോട്ടോയ്ക്ക് പിറകിൽ. നമ്മളിവിടെ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിന് പ്രാധാന്യം വരാത്ത നമ്മുടെ ഫോട്ടോയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം വരേണ്ടത്. അപ്പോൾ ക്ലാരിറ്റിയും വരേണ്ടത് നമ്മുടെ ഫോട്ടോയ്ക്കാണ് എങ്കിൽ ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കൂടുതൽ ഏരിയ നമ്മുടെ ഫോട്ടോ ആയിരിക്കണം. അതിനുശേഷം ഇവിടെ എഡിറ്റ് മെനുവിൽ
ഡിഫൈൻ പാറ്റേൺ എന്നത് പ്രസ് ചെയ്യുക. പാറ്റേണിന് നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഫയലിലേക്ക് വരുന്നു. ഇവിടെ ആവശ്യമുള്ള ഷേപ്പ് ഏതിലേക്കാണോ നിങ്ങൾക്ക് പാറ്റേൺ ഫില്ല് ചെയ്യേണ്ടത് ആ ഷേപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ലെയർ വിൻഡോയിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഷേപ്പിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻസ് എടുക്കുക. ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഒന്നും ആരും മറന്നുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിങ്ങൾ പാറ്റേൺ ഓവർലേ എന്ന് ടിക്ക് ഇടുക. അതിനുശേഷം അത് പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണാൻ സാധിക്കുകയുള്ളൂ, ആരും മറന്നു പോകരുത്. അതിനുശേഷം ഇവിടെ പാറ്റേൺ എന്ന ഈ കോളത്തിൽ ഇവിടെ ആരോയിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോ പാറ്റേൺ ആയി കിടക്കുന്നത് കാണാം. നോക്കുക, ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോട്ടോയുടെ കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, അതായത് ലവ് സിമ്പിളിനുള്ളിൽ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. നമുക്കിത് പ്രസ് ചെയ്ത് പിടിച്ച് നോക്കുക, സ്ക്രീനിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഫോട്ടോ മൂവ് ചെയ്യിക്കാം. ഇനി നിങ്ങൾക്കിവിടെ സ്കെയിൽ എന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കുക, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ കൂട്ടിയാലും കുറഞ്ഞാലും ഇവിടെ ക്ലാരിറ്റി വ്യത്യാസം വരുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വലിപ്പമുള്ള ഒരു ഷേപ്പിലേക്കാണ് ഫോട്ടോ വരേണ്ടത് എങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോയും ഏകദേശം അത്രയും സൈസുള്ളതായിരിക്കണം. നോക്കുക, പക്ഷേ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ വലിയ ഒരു ഫോട്ടോ ആണ്. നമുക്കിതൊന്ന് ചെറിയതാക്കി മാറ്റാം. നമുക്കൊന്നും കൂടി എന്നിട്ട് പരീക്ഷിച്ച് നോക്കാം. എഡിറ്റ് മെനുവിൽ നമ്മൾ ഡിഫൈൻ പാറ്റേൺ കൊടുത്തു. ഞാൻ അതിന് നമ്പർ 2 കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പേര് കൊടുത്തില്ല എന്ന് വെച്ചും വിഷയമില്ല. അതിനുശേഷം നമുക്ക് ഫിൽ ചെയ്യേണ്ട അതേ ഷേപ്പ് തന്നെ സെലക്ട് ചെയ്യുന്നു, ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കുന്നു. നമ്മൾ പാറ്റേൺ ഓവർലേ എന്നതിൽ നിന്നും ഇപ്പോൾ സെലക്ട് ചെയ്ത രണ്ടാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. നോക്കുക, നമ്മളിപ്പോൾ ഇവിടെ ക്ലാരിറ്റി കാണുന്നില്ല, കാരണം ഇവിടെ സ്കെയിൽ എന്നതിൽ കിടക്കുന്നത് 43 നമ്മളത് 100 ആക്കുക. 100 ആക്ച്വൽ സൈസ്. ഇപ്പോൾ നോക്കുക, നമ്മുടെ ഫോട്ടോയ്ക്ക് നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട്. നേരത്തെ കൊടുത്തിരുന്നപ്പോൾ ഇതേ വലിപ്പത്തിലാക്കിയപ്പോൾ നമുക്ക് ക്ലാരിറ്റി കുറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാരണം മനസ്സിലായി കാണും. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഷേപ്പിനുള്ളിൽ ഒരു ഫോട്ടോ മിക്സ് ചെയ്ത് കയറ്റാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ഷേപ്പിനെ പറ്റിയുള്ളത് പഠിക്കാം. ഞാനിവിടെ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഷേപ്പുകളും ഇവിടെ ഈ പ്രീസെറ്റ് വിൻഡോയിലേക്ക് വരുന്നതാണ്. നോക്കുക, ഇവിടെ ഞാനൊരു സ്റ്റാർ സെലക്ട് ചെയ്തു. നമ്മൾ നോട്ടീസൊക്കെ പ്രിൻ്റ് ചെയ്യുമ്പോൾ കൂടുതലും ഉപയോഗിക്കുന്ന കുറേ ഷേപ്പുകളാണ് ഇതെല്ലാം. നമ്മൾ സാധാരണ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്ത് ഇതുപോലെ കളർ ഫില്ല് ചെയ്യാറുണ്ട്. പകരം നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തു നിന്നും കളർ ഫില്ല് ചെയ്യാൻ സാധിക്കും. നോക്കുക, നമ്മളിവിടെ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് വരുന്ന ടൂൾ ബോക്സുകളിൽ ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാനാവും. ആ കളർ സെലക്ട് ചെയ്യാൻ നോക്കുക, ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് സെലക്ട് ആക്കിയിരിക്കുന്നത്. നോ കളർ എന്ന് കൊടുത്താലും നമുക്കിവിടെ കളർ വരുന്നതിൻ്റെ കാരണം നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷൻ വഴി കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒന്നും കൂടി ഒരു ഷേപ്പ് വരയ്ക്കാം. ഇവിടെ വൈറ്റാണ് വന്നിരിക്കുന്നത്, കാരണം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളറാണ് ഈ ഭാഗത്ത് വരുന്നത്. പലരും ഇത് എന്തെങ്കിലും ഇതുപോലെ ഷേപ്പ് വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്നെല്ലാം നോക്കാം. നമുക്ക് ആദ്യത്തെ നോ ഫിൽ എന്നാണ് കൊടുക്കുന്നത്, അതായത് കളറുകൾ ഒന്നും തന്നെ ഇല്ല.
ഇവിടെ രണ്ടാമത്തത് സോളിഡ് കളർ. സോളിഡ് കളർ എന്ന് പറഞ്ഞാൽ നോക്കുക, നമ്മൾ വരച്ച ഷേപ്പിനുള്ളിൽ ഒരു ഒറ്റ കളർ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനാവുക. ഇവിടെ രണ്ടാമത്തതിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് ഫില്ല് ചെയ്യാം. ഇവിടെ ഇത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രേഡിയൻറ്റ് കളറ് ഫില്ല് ചെയ്യാം. ഇനി മൂന്നാമത്തേതാണെങ്കിൽ നിങ്ങൾക്ക് പാറ്റേണും ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫില്ല് ചെയ്തിരിക്കുന്നത് പാറ്റേൺ ആണെങ്കിൽ, ഇവിടെ അത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഉള്ളിലെ കളറാണെങ്കിൽ, ഇവിടെ രണ്ടാമത് സ്ട്രോക്ക് എന്നതുണ്ട്. ഇവിടെ സ്ട്രോക്ക് എന്നതിൽ പുറത്തുള്ള, അതായത് ആ ഷേപ്പിൻ്റെ പുറം ഭാഗം നമുക്ക് സ്ട്രോക്ക് ഒരു കളറ് ഫില്ല് ചെയ്യാം. കളർ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഇവിടെയും നമുക്ക് കളറ് ഗ്രേഡിയൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കുക, ഇവിടെ പാറ്റേണും ഉണ്ട്. ഈ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കളർ നിങ്ങൾക്ക് കൂടുതൽ വലിപ്പത്തിൽ, അതായത് സ്ട്രോക്കിൻ്റെ കനം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ചെറിയ ബോക്സിൽ പ്രസ് ചെയ്ത്, ആരോയിൽ പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു ബാർ കാണാനാവും. ഇതിങ്ങനെ നീക്കി കൊടുക്കുക. നോക്കുക, ഇവിടെ നമുക്ക് കളറാണ് കൊടുക്കണമെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നോക്കുക, ഇതുപോലെ. ഇത് കൂടാണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ബോക്സിൽ നിങ്ങൾ ഫിൽ ചെയ്ത ആ ഷേപ്പിൻ്റെ സ്ട്രോക്ക് സാധാരണ ഔട്ട്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഡോട്ടഡ് ആക്കി മാറ്റാം. നോക്കുക, ഇതുപോലെയെല്ലാം മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു ഷേപ്പ്, ആ ഷേപ്പിനുള്ളിലേക്ക് നമ്മുടെ ഫോട്ടോ ഫിൽ ചെയ്ത് കയറ്റാനാണ്. അതേസമയം നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് നമ്മുടെ ഫോട്ടോ, അതായത് നമ്മുടെ ഫോട്ടോയിൽ നിന്നും അത്തരം ഒരു ഷേപ്പിൽ എങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനാവും എന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ ഇഷ്ടമുള്ള ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് സെയിം ഷേപ്പ് തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ ഫോട്ടോയ്ക്ക് മുകളിലായിട്ട് ആ ഷേപ്പ് വരയ്ക്കുകയാണ്. നോക്കുക, ഇത് വരച്ചു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ വിൻഡോ എന്നതിൽ പാത്സ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ലെയർ വിൻഡോ ഒക്കെ വന്ന പോലെ മറ്റൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾ ഇവിടെ പാത്ത് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. നോക്കുക, ലെയർ നമ്മുടെ കസ്റ്റം ഷേപ്പ് ടൂളിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള പാത്ത് സെലക്ഷൻ ടൂൾ, ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ പാത്തിൻ്റെ സെലക്ഷൻ വിൻഡോയിൽ നമുക്ക് ഒരു ഡോട്ടഡ് ലൈനുള്ള ചെറിയ സർക്കിൾ കാണാം. ഇതിലൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ സെലക്ട് ആയിരുന്നതിന് സ്ട്രോക്ക് കാണിക്കുന്ന പോലെ ഒരു ചെറിയ സെലക്ഷൻ നമുക്ക് ഇപ്പോൾ ഷേപ്പിന് ചുറ്റുമായിട്ട് കാണാൻ സാധിക്കും. നമ്മളിവിടെ ലെയർ എന്നതിലേക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെയർ നമുക്ക് ഏത് ഭാഗത്തുനിന്നാണോ ഈ ഷേപ്പിൽ കട്ട് ചെയ്യേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് Ctrl+X കൊടുക്കാം, അല്ലെങ്കിൽ എഡിറ്റ് മെനുവിൽ കട്ടോ കോപ്പിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ കോപ്പി കൊടുത്തു. ഇനി നോക്കുക, ഞാൻ മുകളിലത്തെ ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിരുന്ന ലെയർ ഓഫ് ചെയ്തു. ഞാൻ എൻ്റെ ഈ ഭാഗത്തു നിന്നും നോക്കുക പുതിയ ഒരു ലെയർ ഉണ്ടാക്കി. ഇവിടെ എഡിറ്റിൽ നിന്നും പേസ്റ്റ് കൊടുത്തു. നോക്കുക, എൻ്റെ ഫോട്ടോ ഇവിടെ അതേ ഷേപ്പിൽ പേസ്റ്റായി. കുറച്ചും കൂടി വ്യക്തമാകുന്നതിന് നമുക്ക് ഈ ഡോക്യുമെൻറ്റിലേക്ക് അത് പേസ്റ്റ് ചെയ്യാം. നോക്കുക, ഇതുപോലെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഫോട്ടോ ഫില്ല് ചെയ്യാനും ഫോട്ടോ ഉള്ള ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ച ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനും ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാനും നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിരിക്കുന്നു. അപ്പോൾ മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾ എനിക്ക് നൽകുന്ന പ്രോത്സാഹനം ഷെയർ അല്ലെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമൻ്റാണ്. ഇത് ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഞാൻ നൽകുന്ന ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒപ്പം എന്നെപ്പോലെ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുക.